ഹലോ, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കില്ലേ? അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് എവിടെയാണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവില്ലേ? അതെ, നമ്മൾ നഴ്സറിയിൽ വന്നിരിക്കുക കേട്ടോ ഇന്ന്. കാരണം വെറുതെ നമ്മൾ കുറച്ചധികം ചെടികളൊക്കെ എടുക്കാനായിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ തന്നെ ആദ്യം എൻ്റെ കണ്ണിലുടക്കിയതാ ഈ ഒരു സംഭവം നോക്കി. എത്ര ചെറുതാപ്പത്തേനും ഇതാ കായൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ടോ നിൽക്കുന്നത്. ഒരുപാട് ഹൈറ്റൊന്നും ഇല്ല കേട്ടോ, അത്രയും എന്നെക്കാട്ടിലും ഹൈറ്റ് കുറഞ്ഞൊരു തൈയാട്ടോ. അതായത് നമ്മുടെ കവുങ്ങിൻ്റെയാണ്. അതേപോലെ തന്നെ ഇവിടെ ഒരുപാട് വെറൈറ്റി നമ്മുടെ ഗാർഡനിൽ വെച്ച് കൊടുക്കുന്നതായാലും അതേപോലെ നമ്മുടെ കൃഷിത്തോട്ടത്തിലൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റിയ ഒരുപാട് പ്ലാന്റ്സൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. പിന്നെ നമ്മൾ എപ്പോഴും വാങ്ങിക്കുന്ന തൈകളായാലും അതുപോലെ തന്നെ വിത്തുകളൊക്കെ ആയാലും നല്ല ക്വാളിറ്റി ഉള്ളതൊക്കെയാണ്. ഇതുപോലെ ചെറിയ ഒരു പ്രായത്തിൽ തന്നെ നന്നായിട്ട് ഇങ്ങനെ കായും പൂവൊക്കെ ഇട്ട് നിറഞ്ഞ് നിൽക്കും. ഇപ്പോൾ ഇതൊക്കെ നോക്കി, ഇതൊക്കെ 2 വർഷം കൊണ്ട് കായ്ക്കുന്ന ഒരു പ്ലാന്റ് അവിടെ നോക്കി നിറച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണം തന്നെയാണ് നമ്മുടെ മുന്നിൽ ലൈവായിട്ട് കാണുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട്. ഫ്രൂട്ട് പ്ലാന്റ്സിൻ്റെ തന്നെ വലിയൊരു ശേഖരം തന്നെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നോക്കി കായൊക്കെ നിന്നിട്ട് ഇങ്ങനെ പഴുത്ത് തുടങ്ങിയിട്ടോ. അതിന് നമുക്കിങ്ങനെ അതിൽ നിന്ന് തന്നെ പറിച്ച് കഴിക്കാട്ടോ. ആ ഒരു ലെവലിലാണ് അപ്പോൾ ഇതൊക്കെ നിൽക്കുന്നത്. പിന്നെ എല്ലാവരും സംബന്ധിച്ചിടത്തോളം ഏതൊരു ചെടി വാങ്ങിച്ചാലും അത് എത്രയും പെട്ടെന്ന് പൂക്കുന്നതും കായ്ക്കുന്നതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക സന്തോഷം തന്നെ ആയിരിക്കില്ല. അപ്പോൾ അങ്ങനെ ആ ഒരു ഹാപ്പിനെസ് അനുഭവിച്ചറിയാൻ വേണ്ടിയിട്ട് ആഗ്രഹമുള്ളവരാണെങ്കിൽ ഇതുപോലത്തെ ഒരു പ്ലാന്റ് വാങ്ങി വെച്ചാൽ കേട്ടോ. 2 വർഷം എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് അങ്ങ് പോകട്ടോ. പിന്നെ കാണുന്ന കാഴ്ച എന്ന് പറയുമ്പോൾ നോക്കി നല്ല രീതിയിലുള്ളൊരു മനസ്സിന് കുളിരണിയിക്കുന്ന കാഴ്ചകൾ തന്നെ ആയിരിക്കില്ല. കാരണം അത്രയും പെട്ടെന്നാണത് പൂവിട്ട് ഈ ഒരു ലെവലിൽ ഇങ്ങനെ കായ്ച്ച് നിൽക്കുന്നത്. പിന്നെ ഇതവിടെ തൊട്ടടുത്ത് തന്നെ ആയിട്ട് ഒരുപാട് റബ്ബറിൻ്റെ തൈകളാട്ടോ ഇവിടെ ഉൽപ്പാദിപ്പിച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ഇനിയിപ്പോൾ നട്ടു കൊടുക്കാൻ പരുവത്തിലാട്ടോ. അപ്പോൾ എല്ലാം അവൈലബിൾ ആണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ റബ്ബറിൻ്റെ തൈകൾ. പിന്നെ നമുക്ക് വേണ്ടത് ഏത് തൈയാണോ അത് നമുക്ക് ഹോൾസെയിലായിട്ടും അതേപോലെ തന്നെ റീറ്റെയിലായിട്ട് നമുക്ക് ഇവിടെ തന്നെ വന്ന് നേരിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതേ കാണുന്നതേ നമ്മുടെ ചെറുനാരങ്ങയുടെ തൈയാട്ടോ. നമുക്ക് എപ്പോഴും ചെറുനാരങ്ങയ്ക്ക് അത്യാവശ്യം നല്ല ഡിമാൻഡാല്ലേ മാർക്കറ്റിൽ. അപ്പോൾ ഇതുപോലെ ഒരു തൈയൊക്കെ നമ്മൾ കൊണ്ടുവയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിലധികം നാരങ്ങ ഈ ഒരു ചെടി തന്നെ മതി കേട്ടോ. ധാരാളമായിട്ട് നമുക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കാനായിട്ട് പറ്റും. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ളുള്ളത് നമ്മുടെ ഫ്രൂട്ട് പ്ലാന്റ്സ് ആട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു വലിയ ശേഖരം തന്നെയായിട്ടുള്ളത്. നമ്മുടെ മാംഗോയുടെ ആയാലും അതേപോലെ തന്നെ സബർജില്ലി, സപ്പോട്ട, അങ്ങനെ എന്തിനു പറയാം, നമുക്ക് എണ്ണാലൊടുങ്ങാത്ത അത്രയും നമുക്ക് ഏതാണോ വേണ്ടത് അത്രയും വെറൈറ്റി ഓഫ് കളക്ഷൻ ആട്ടോ നമ്മുടെ ഫ്രൂട്ട് പ്ലാന്റ്സിൻ്റെ ആട്ടോ കൂടുതലായിട്ട് ഞാൻ ഇവിടെ നോക്കിയപ്പോൾ എനിക്ക് കാണാൻ വേണ്ടി പറ്റിയത്. പിന്നെ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ഓരോ തൈകളുടെയും ക്വാളിറ്റിക്ക് അനുസരിച്ച് അതിൻ്റെ റേറ്റിലൊക്കെ വേരിയേഷൻ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മളിന്ന് വന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ കുറച്ചധികം ജാതി തൈകൾ നമ്മൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും വന്നത് വെറുതെ അല്ല കേട്ടോ. ജാതി തൈയുടെ തന്നെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഹാങ്ങിങ് ബോട്ടുകളായാലും നമ്മുടെ ഗാർഡനിലൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റിയ കിഡിലനായിട്ടുള്ള ഒത്തിരി പ്ലാന്റ്സ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ എപ്പോൾ നഴ്സറിയിൽ വന്നാലും നമ്മൾ മെയിനായിട്ട് ഒരു സാധനം വാങ്ങിക്കാൻ വന്നതാണെങ്കിൽ കൂടി നമ്മൾ ഇവിടുന്ന് പോകുമ്പോഴത്തേനും അത്യാവശ്യം ഒരു ബൾക്ക് ക്വാണ്ടിറ്റി ഓഫ് സാധനങ്ങൾ ആയിട്ടാണ് നമ്മൾ പോകാറുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള കുറേ വെറൈറ്റീസ് നോക്കി നമ്മുടെ മണി പ്ലാന്റിൻ്റെ ഒരു കിഡിലൻ വെറൈറ്റീസ് തന്നെയാണ്. അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ, അതായത് എനിക്ക് തോന്നുന്നൊരു നമ്മൾ ബോഗൻവില്ലൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നഴ്സറിയിൽ പോയിട്ടുണ്ടല്ലോ. ആ ഒരു ടൈമിൽ ആ ഒരു വെറൈറ്റി നമ്മുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ അന്ന് തന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം എന്തായാലും നമ്മുടെ വീട്ടിലത് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ തന്നെ ജൈവ വളങ്ങളും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് പ്ലാന്റ്സ് വാങ്ങിക്കഴിഞ്ഞാൽ അതിന് എന്ത് വളം കൊടുക്കുന്നവരുടെ യാതൊരു കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല കേട്ടോ. കാരണം നമുക്ക് ഇവിടെ തന്നെ നമുക്ക് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള നല്ല രീതിയിൽ തന്നെയുള്ള, അതായത് ഇവിടെ തന്നെ ഉൽപ്പാദിച്ചുണ്ടാക്കുന്ന ആ ഒരു മാനുവറും കൂടി ഇട്ട് കഴിഞ്ഞാൽ ചെടി പിന്നെ നല്ല ഉഷാറായിട്ട് വളരുന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പ് തന്നെയാണ് കേട്ടോ. പിന്നെ ഇവിടെ കാണുന്ന ഈ ഒരു ബോഗൻവില്ലാസൊക്കെ ഇവർ സെറ്റ് ചെയ്തിട്ട് ഒരുപാട് നാളായിട്ടില്ല എന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പം നോക്കി പ്ലാന്റ്സൊക്കെ വളരെ ചെറുതാണെങ്കിൽ നോക്കി നല്ല ഉഷാറായിട്ടാണ് പൂവൊക്കെ ഇട്ട് നിൽക്കുന്നത്. പിന്നെ ചെടികളും പൂക്കളും സ്നേഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഇതുപോലത്തെ പൂക്കളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അറിയാതെ വാങ്ങിപ്പോട്ടോ. കാരണം അത്രയും ചെറിയ പ്ലാന്റ്സിൽ വരെ നിറച്ചിങ്ങനെ പൂവായിട്ടാണല്ലോ നിൽക്കുന്നത്. അങ്ങനെ നമ്മൾ കുറച്ച് ടൈം എടുത്തിട്ടായാലും നമുക്ക് വേണ്ട കുറച്ച് തൈകളൊക്കെ നമ്മളത് എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ നമ്മളിന്ന് വന്നിട്ടുള്ളത് പനക്കാത്തോട്ടം അഗ്രോ നഴ്സറിയിലാണേ. ഇതെന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ കയറി വരുന്നൊരു എൻട്രൻസിൽ കാണുന്ന കുറച്ച് കാഴ്ചകളാട്ടോ. അപ്പോൾ കയറി വരുന്ന എൻട്രൻസ് തൊട്ട് ഫുൾ അങ്ങോട്ടേക്ക് പിന്നെ പ്ലാന്റ്സുകൾ തന്നെയാണേ. ഈ കാണുന്നതൊക്കെ ഒരു പ്ലാന്റിൽ തന്നെ 2-3 കളർ വെറൈറ്റിയൊക്കെ വരുന്നൊരു ഡബിൾ ഷെയ്ഡോട് കൂടിയിട്ടുള്ള ബൊഗൻവില്ലാസിൻ്റെ കളക്ഷൻ ആട്ടോ. അപ്പോൾ ഇതൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നല്ല ഇതിൽ തന്നെ സൺലൈറ്റ് ഒക്കെ കിട്ടുന്ന രീതിയിൽ അങ്ങ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഡെയിലി പൂ തന്നെ ആയിരിക്കും കേട്ടോ. പിന്നെ നമ്മുടെ ആവണിക്കുട്ടിയാണെങ്കിൽ അവിടുത്തെ പൂക്കളും ചെടികളൊക്കെ കണ്ടതോടുകൂടി നല്ല ഉഷാറായിട്ട് അതുവഴി ഓടി കളിക്കും കേട്ടോ. ഇത് അമ്പാഴങ്ങയാട്ടോ. അപ്പോൾ അമ്പാഴങ്ങയായിരുന്നു നോക്കി വളരെ ചെറിയൊരു തൈയാട്ടോ. അപ്പോൾ അതിൽ നിന്ന് നോക്കി നിറച്ച് കായാണ് ഉണ്ടായിട്ടുള്ളത്. ആ ഒരു കായുടെ വെയിറ്റ് താങ്ങാതെ കുറച്ച് ഭാഗം ഇങ്ങനെ താന്ന് കിടക്കണം. കാരണം അത്രത്തോളം കായ്കളാണ് ആ ഒരു ചെറിയൊരു ചെടിയിൽ തന്നെ ഉണ്ടായിട്ടുള്ളത്. പിന്നെ റംബൂട്ടാൻ്റെയും ഒരുപാട് വെറൈറ്റി ഇവിടെ അവൈലബിൾ ആണേ. അപ്പോൾ എന്തായാലും ഇതുപോലത്തേക്ക് തൈകൾ വാങ്ങിച്ച് വയ്ക്കുകയാണെങ്കിൽ നമുക്ക്
ടൈം ഒരുപാട് ലാഭിക്കാം കേട്ടോ. കാരണം നോക്കിയതാ ഇതൊക്കെ ആയാലും ഒത്തിരി ഹൈറ്റൊന്നും ഇല്ല കേട്ടോ, വളരെ ചെറിയൊരു മാവിൻ്റെ തൈയാണ്. അപ്പോഴത്തേനും നോക്കി അത്യാവശ്യം നല്ല രീതിയിലാട്ടോ ഇപ്പോൾ ഫ്ലവറിങ് ഒക്കെ ഇട്ട് തുടങ്ങിയിട്ടുള്ളത്. പിന്നെ അധികം വൈകാതെ തന്നെ ഇത് കായായി വരും. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിനൊക്കെ ഒരുപാട് ഹാപ്പിനെസ് ആയിരിക്കില്ല. അപ്പോൾ എന്തായാലും നമുക്ക് എന്തായാലും കുറച്ച് പ്ലാൻസ് കൂടി എടുക്കാണ്ട്. അപ്പോൾ അതുകൊണ്ട് എടുക്കട്ടെ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടിരിക്കും.